നമസ്കാരം, നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മീൻ തലക്കറിയുമായിട്ടാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കിങ് ഫിഷ് ആണ്. അതിനെ നെയ്മീൻ എന്നും ഐക്കൂറ എന്നും പറയും. അപ്പൊ അതിന്റെ തലേനാണ് ഞാൻ ഇന്നിവിടെ കറി വെക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ഫിഷ് തലക്കറി. അപ്പൊ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ മീൻ തലക്കറിക്ക് ആവശ്യമായിട്ടുള്ള തലയാണ് ഇത് ഞാൻ കിങ് ഫിഷിന്റെ തലയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നെയ്മീൻ എന്നോ ഐക്കൂറ എന്നൊക്കെ പറയും. ആ ഫിഷിന്റെ ഒരു തല ഇതിങ്ങനെ ഫുള്ളായിട്ടിട്ട് തലക്കറി വെക്കാനാണ് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിന്റെ അകത്തെ വേസ്റ്റ് ഒക്കെ എടുത്തു കളഞ്ഞ് ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തലയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിതിവിടെ കുക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മൺചട്ടി കുറച്ച് ചെറുതാണ്. അപ്പോൾ തല ഫുള്ളായിട്ട് അങ്ങനെ ഇട്ട് കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. വലിയ മൺചട്ടി ഉള്ളവർ അതിൽ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇത് ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നുള്ള് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കൊരു 3-4 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് ചതച്ച് വെച്ചേക്കുന്ന ചേർക്കണം. ഞാനിതിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, അതുപോലെ ഒരു 3 പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ഇത് സോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് വെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു 2 കപ്പ് വെള്ളത്തിലാണ് ഞാനിതിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പിഴിഞ്ഞ് ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഇനിയിപ്പോൾ യൂസ് ചെയ്യും. അപ്പോൾ അത് ഇതുപോലെ നേരത്തെ തന്നെ കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കുക. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പച്ചമുളകിൻ്റെ എരിവ് കൂടി ഉള്ളതുകൊണ്ട് അതനുസരിച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം എല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ ആ ഒരു പൊടിയും കൂടി നന്നായിട്ടൊന്ന് ചേർന്ന് വരണം. അതുവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മസാല നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു അരിപ്പിൽ അരച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ബാക്കി ഇതൊക്കെ അങ്ങ് മാറിക്കോളും. അതുപോലെ തന്നെ കുടംപുളി യൂസ് ചെയ്യുന്നവരുണ്ട്. നെമ്മീനൊക്കെ സാധാരണ ഉണ്ടാക്കുമ്പോൾ കുടംപുളിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യണമെന്നുള്ളവർ വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം പുളിയോട് കൂടി ചേർത്ത് കൊടുത്താൽ മതി. അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം. ഇവിടെ അത് കൂടുതൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പുളി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരണം ഈ ഒരു മസാല. ഇപ്പം നമ്മുടെ മീനിൻ്റെ തല ഇടാറായിട്ടുണ്ട്. കാരണം അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് ഇതിലേക്ക് ഒരു നുള്ള് ഉലുവപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഉലുവ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉലുവപ്പൊടി ഒരു നുള്ളേ ചേർക്കാവൂ. നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ തല ഒന്ന് ചേർത്ത് കൊടുക്കാം. അതങ്ങ് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അതിൽ ഫുള്ള് ആ ഒരു അരപ്പൊക്കെ പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയൊരു സ്പൂൺ ഇതുപോലെ എടുത്തിട്ട് അതും കൂടി വെച്ച് നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് കോരി ആ അരപ്പൊക്കെ ഒന്ന് കോരി ഈ ഫിഷിൻ്റെ അകത്തേക്കും എല്ലായിടത്തേക്കും ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. ആ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡ് കൂടി ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ അതും ഇതേപോലെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ കുക്ക് ചെയ്ത് വരുമ്പോൾ ഈ ഒരു അരപ്പൊക്കെ ഒന്ന് ഇങ്ങനെ വറ്റി ചെറുതായി വരും. അതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ മസാല ശരിക്കും ഒന്ന് എല്ലാ സൈഡിലേക്കും പിടിക്കും. എന്നിട്ട് വേണം അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാൻ.
ഇപ്പം നമ്മുടെ 5 മിനിറ്റ് കൂടി മീനിൻ്റെ തല കുക്കായിട്ടുണ്ട്. കാണുമ്പോൾ അറിയാം അതൊന്ന് കുറുകിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിനെ ഒന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് തിരിച്ചിടണം. അത് വളരെ സൂക്ഷിച്ച് വേണം തിരിച്ചിടാൻ, അല്ലെങ്കിൽ അങ്ങ് ഇളകിപ്പോവും. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു അരപ്പൊക്കെ ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഒന്ന് വീണ്ടും ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നല്ല രീതിയിൽ ആ മസാല ഇറങ്ങും. ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതിൽ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തോളൂ ഈ ഒരു സമയത്ത്. എന്നിട്ട് ഇതിനെ ഇനി ഒരു 3-4 മിനിറ്റും കൂടി നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടി നന്നായിട്ട് കുക്കായി അതിൻ്റെ ആ ഗ്രേവിയൊക്കെ ഒന്നങ്ങ് കുറുകി വരും. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഒരു 3-4 മിനിറ്റത്തേക്ക് കൂടി ഒന്ന് അടച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. നല്ല കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടും. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.